ഹലോ ഗൈസ്. അതെ, നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായി തോന്നുന്നുണ്ടോ? ഒരു കാര്യങ്ങൾ ചെയ്യാൻ ആരുടെയും സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ആരും എൻ്റെ കൂടെ ഇല്ല, എനിക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടി വരുന്നു, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഫീലിങ്സ്, എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ പോകാനുള്ള സ്ഥലത്താണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ലേ? ദെൻ ഇവിടെ കമോൺ, ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം. വേറൊന്നുമല്ല, നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നത് ഒറ്റയ്ക്കാണ്. നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ജീവിച്ചു വളർന്നത്. നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ ആരൊക്കെ ഉണ്ട്? നമ്മുടെ അച്ഛൻ, അമ്മ, അനിയത്തി, എല്ലാവരും, കൂട്ടുകാരെല്ലാവരും ഉണ്ട്. എനിക്ക് അനിയത്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ അനിയത്തി എന്ന് പറഞ്ഞത്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. അതായത് എൻ്റെ വീട് വയനാടാണ്. വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ടൗൺ വരെ പോകണമെങ്കിൽ കൂടെ എനിക്ക് ആരെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഒറ്റയ്ക്ക് പോകാനൊക്കെ. അപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ അമൃത വിദ്യാലയത്തിലായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെയായിരുന്നു. നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ടൗണിലോട്ടുള്ള വീടിൻ്റെ അടുത്ത് തന്നെ നടന്നു പോകാൻ തന്നെ, പക്ഷെ ടൗണിലോട്ടായിരുന്നു. അന്നേരം കൂടെ എനിക്ക് ടൗണിലോട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ അങ്കിൾ ആണ് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ എവിടെ പോയി? എൻട്രൻസ് പഠിക്കാനായിട്ട് പോയി. എൻട്രൻസ് പഠിക്കാൻ പോയപ്പോഴോ അന്നേരം അച്ഛൻ കൊണ്ടുവിടും. രാവിലെ ഇപ്പം ആഴ്ചയിലൊരിക്കൽ ഞാൻ വീട്ടിലോട്ട് വരും. കോഴിക്കോടായിരുന്നു പഠിച്ചത്. റേസിലല്ല, ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഒരു 8 മണിയാകുമ്പം ഞാൻ അവിടെ ഹോസ്റ്റലിൽ എത്തണം. ആ സമയത്ത് അച്ഛൻ രാവിലെ 5 മണിക്ക് എൻ്റെ കൂടെ വരും, കോഴിക്കോട് കൊണ്ടുപോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അച്ഛൻ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു. തിരിച്ചു കൂട്ടാൻ അച്ഛൻ വരും. എനിക്ക് അത്രയും എന്താ പറയുക, എനിക്ക് കൂട്ടിനൊരാൾ വേണം എപ്പോഴും, എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഇപ്പോൾ ഈവൻ എൻ്റെ ഡ്രസ്സ്, ഞാൻ ഏത് ഡ്രസ്സ് എടുക്കണം എന്നുള്ളത് പോലും ഞാനല്ലായിരുന്നു തീരുമാനിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എടുത്തു തരുവാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ കോളേജിലേക്ക് പോയി. കോളേജിൽ ഞാൻ നഴ്സിംഗ് കോളേജിലാണ് പഠിച്ചത്. ഇവിടെ പാലക്കാടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാലക്കാട് പോയതിന് ശേഷം ഫസ്റ്റ് ഇയറിലൊക്കെ 6 മാസത്തേക്ക് പാരൻസ് വന്ന് കൂട്ടിക്കൊണ്ടോണം, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളതായി. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഫസ്റ്റ് ടൈം ഞാൻ ട്രെയിനിൽ കയറുന്നു ഒറ്റയ്ക്ക്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലൊരാളുണ്ടായിരുന്നു. പിന്നെ ആരും ഇല്ലാണ്ടായി. അതായത് ഞാൻ എല്ലാ മാസവും ഞാൻ വീട്ടിൽ പോകും. അപ്പം അങ്ങനെ പോകാത്തവരുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ പോവും. അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് പോയി പഠിച്ചത്. എന്നാലും ഞാൻ ഇപ്പം എന്തെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിൽ പോകുന്നത് ഓക്കെ, നമ്മൾ ഒരു റുട്ടീനായി കഴിഞ്ഞാൽ നമ്മളങ്ങനെ പോകും. പക്ഷേ എൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിലോ എനിക്കങ്ങനെ പോകാൻ ഒരു ധൈര്യമില്ല. ആൾക്കാരോട് ചോദിക്കാൻ ധൈര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പാസ്പോർട്ട് ഓഫീസിൽ പോകണമെന്ന് വിചാരിച്ചോ റെഡിയാക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് അവിടെ പോയിട്ട് ചെയ്യാനുള്ളതൊക്കെ എനിക്ക് അറിയാമായിരിക്കും, ഞാൻ കേപ്പബിൾ ആയിരിക്കും. പക്ഷേ എനിക്ക് അവിടെ പോയിട്ട് പറയാനോ ഒരു ധൈര്യം കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ MSc നഴ്സിംഗ് ചെയ്യുകയാണ് കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഞാൻ എന്ത് സാധനം മേടിക്കാൻ പോകണമെങ്കിലും എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം, അതായത് ഞാനിപ്പോൾ പഠിക്കുന്നത് ആലപ്പുഴയാണ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. അവിടെ MSc നഴ്സിംഗ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്ക് മൈൻഡിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായി. പക്ഷേ വിഷമങ്ങളൊക്കെ എനിക്ക് ഓരോ ലെസൺസ് ആയിരുന്നു. ഞാൻ ആൾക്കാരെ പഠിച്ചു. അതായത് ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ അങ്ങ് ഒത്തുപോയില്ല. അപ്പം ഞങ്ങൾ എന്താ പറയുക, കുറച്ചൊന്ന് അകന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായി. ഞാൻ വേറെ സ്ഥലത്തോട്ട് മാറി. അതിനുശേഷം ഞാനായി, എൻ്റെ കാര്യങ്ങളായി. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിലോ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവും, ഞാൻ എങ്ങനെ ചെയ്യും. ഇപ്പോൾ പോസ്റ്റിങ്ങിന് പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് വണ്ടിയില്ല, ബാക്കി എല്ലാവർക്കും വണ്ടിയുണ്ട്. അപ്പം അവരൊക്കെ ആ ടൈമിലോട്ട് എത്തും, എനിക്ക് ബസ് ഏതാ കയറേണ്ടതെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ടൈം ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പം ഐ ആം ക്യാപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് ആൻഡ് ഐ ആം ക്യാപ്പബിൾ ഓഫ് ഗോയിങ് എനിവെയർ. അതായത് പക്ഷേ എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക്
ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ഉണ്ടായിരുന്നു. അതായത് ചേർത്തല ഒരു ഓൾഡ് ഏജ് ഹോമിൽ, ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോമിലായിരുന്നു പോകേണ്ടത്. പക്ഷേ എനിക്ക് ആലപ്പുഴയിൽ പല സ്ഥലങ്ങളും എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ കോളേജിൽ പോകുന്നു, പുന്നപ്ര, അമ്പലപ്പുഴ, ഈ 2 സ്ഥലങ്ങളാണ് എനിക്ക് പോകേണ്ടത്. അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു. അതല്ലാണ്ട് പിന്നെ ചെട്ടുകാട് പോകണമായിരുന്നു, ചെട്ടുകാട് പോയി. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. എല്ലാ ദിവസവും പോവും, തിരിച്ചു വരും. ഞാനത് ഓക്കെ ആയി. പക്ഷേ അവിടെ ചേർത്തല പോകേണ്ടി വന്നപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് എനിക്ക് അറിയത്തില്ല, സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, കൂടെ വരാൻ ആരുമില്ല. പണ്ടത്തെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പിന്നെയും വന്നു. ഐ ഷെയർ വിത്ത് മൈ ഹസ്ബൻഡ്. ഭാഗ്യത്തിന് അന്നേരം ഞാൻ വീട്ടിലായിരുന്നു. അപ്പം എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഹി കെയിം വിത്ത് മീ. പക്ഷെ അന്ന് അവൻ വന്നില്ലായിരുന്നു, ഞാൻ പെട്ടുപോയതിനെ. കാരണം അവിടുന്ന് ഓട്ടോയോ ഉള്ളിലോട്ടുള്ള സ്ഥലമായിരുന്നു, ഓട്ടോ കിട്ടാൻ സ്ഥലമില്ല, മറ്റേ അതുപോലെ തന്നെ ബസ് കിട്ടാൻ വഴിയില്ല, പെട്ടുപോയായിരുന്നു. അവിടെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ വന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ എൻ്റെ ഇതും കൊണ്ട് എൻ്റെ സ്വഭാവം കൊണ്ട് ഒത്തുപോകാത്തതാണോ, അത് അവരുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ. എൻ്റെ കയ്യിൽ നിന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്നും മിസ്റ്റേക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് എന്തോ എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. സോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല. ബട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഒരു സാന്ത്വന തീരം എന്ന് പറഞ്ഞ ഒരു ഓൾഡ് ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു. ആറാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അത്. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്, ബീച്ച് സൈഡിലാണ്, തീരദേശ പ്രദേശമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ബസ്സൊന്നും അധികം ഇല്ല. ബട്ട് ഞാൻ ഫുൾ കോൺഫിഡൻസിൽ പോവാം, എങ്ങനെ വേണേലും പോവാമെന്നൊക്കെ പറഞ്ഞിരുന്ന് ഞാനിവിടുന്ന് ബസ് കയറിയപ്പം അറിഞ്ഞു അങ്ങോട്ടേക്ക് ബസ്സില്ല, ഇന്ന് കുറേ ബസ്സുകളില്ല എന്നറിഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാഡത്തിന് പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ട്, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാഡത്തിന് മെസ്സേജ് അയച്ചിട്ട്, മാഡം എനിക്കിങ്ങനെ വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട്. പക്ഷേ മാഡം കണ്ടില്ല, ഡബിൾ ടിക്ക് വന്നില്ലായിരുന്നു. ആ ടൈമിൽ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ കായംകുളം വരെ വാ, ബാക്കി ഞാൻ കൊണ്ടാക്കാമെന്ന്. അങ്ങനെ കൊല്ലത്ത് കിടക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീ കായംകുളം വരെ വന്നാൽ മതി, അപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തിക്കോളാമെന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും അത് സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് കൂട്ടുന്ന ഒരാളുണ്ട്. അത് എനിക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ആരും ഇല്ലെങ്കിലും, ഫ്രണ്ട്സ് ഇല്ലെങ്കിലും ആരും ഇല്ലെങ്കിലും, ഹീസ് വിത്ത് മീ. സത്യം പറഞ്ഞാൽ എനിക്ക് അന്നേരം ഭയങ്കര സന്തോഷമായി. അതായത് ഞാൻ അങ്ങോട്ട് അവരോട് പറഞ്ഞില്ല, ഞാനും എന്നെ ഒന്ന് കൊണ്ടാക്കി തരുമെന്ന് ഇമോഷണലായി പോകുന്നു. അതായത് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. ബട്ട് അവൻ എന്നോട് പറഞ്ഞു, ഞാൻ കൊണ്ടാക്കി തരാം, ഞാൻ വരാം, നീ കായംകുളം വരെ വന്നാൽ മതി, ബാക്കി ഞാൻ കൊണ്ടാക്കി തരാം. സോ ഞാൻ കായംകുളത്തെത്തി. അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയത് കാരണം, ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ലേറ്റ് ആയത് കാരണം അവൻ കുറച്ച് ലേറ്റായി. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവൻ എന്നെ കൊണ്ടാക്കിയപ്പം എന്താ പറയുക, ഞാൻ പോയ റൂട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പോകുന്ന വഴിക്കൊന്നും ബസ്സൊന്നും കണ്ടില്ല, ഒരു ഓട്ടോ സ്റ്റാൻഡ് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര, ഞാനങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പെട്ടുപോകാമായിരുന്നല്ലോ. അപ്പോൾ ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. ദൈവമായിട്ട് അന്നേരം ലാലുവിൻ്റെ മനസ്സിൽ തോന്നിച്ചാണ്, അവളെ ഒറ്റയ്ക്ക് വിടണ്ട എന്ന് തോന്നിപ്പിച്ചതാണ്. അവൻ അന്നേരം അങ്ങനെ പറയാൻ തോന്നിയത്, വരാൻ തോന്നിയത്. ദെൻ അവൻ വന്നിട്ട് എനിക്ക് പായസം കൊണ്ടു തന്നു, എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു, എന്നെ ബീച്ചിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എന്നെ കായംകുളത്ത് നിന്ന് തന്നെ ബസ് കയറ്റി വിട്ടു. അപ്പം എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, വണ്ടാനത്ത് വരെ എന്നെ കൊണ്ടുവിട്ടൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ തിരിച്ചെത്തണമല്ലോ, ഭയങ്കര ക്ഷീണമായിരുന്നു, രാവിലെ പ്രതീക്ഷിതമായിട്ട് വന്നതൊക്കെയല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരിച്ചു വന്നു. അപ്പം ഞാൻ ഇതിപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്, എനിക്കിത് ഭയങ്കര ഹേർട്ടായി. വേറൊന്നുമല്ല, ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇന്ന് ചെറുതായിട്ട് അറിഞ്ഞു. ബട്ട് ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് എൻ്റെ ഫ്രണ്ടായിട്ടും ഹസ്ബൻഡായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ബ്രദറായിട്ടും സിസ്റ്ററായിട്ടും എല്ലാത്തിനും ഐ ഹാവ് വൺ പേഴ്സൺ വിത്ത് മീ. ആ ഒരാൾ ഉള്ളിടത്തോളം കാലം ഞാൻ സ്ട്രോങ് ആയിരിക്കും. ഇപ്പോഴും ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയാം. ബട്ട് ഇത് ഡിപ്പെൻഡൻസി എന്നല്ല ഇതിനെ പറയേണ്ടത്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമുക്കായിട്ടൊരാൾ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ ഉള്ളൊരു സന്തോഷവും ഒരു
ഒരു സംതിങ് ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര വലിയ ഫീലിംഗ് ആണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ വന്നതിന് ശേഷം ഞാൻ പഠിച്ചത് ഡു നോട്ട് ട്രസ്റ്റ് എനിവൺ. അതായത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ വന്ന പോയിന്റ്. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടക്കുന്നവരടുത്താണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ എത്രയൊക്കെ നമ്മൾ അങ്ങോട്ട് ചെയ്ത് എന്തെങ്കിലും കൊടുക്കുന്നു, അതൊന്നും അവരുടെ മനസ്സിൽ കാണില്ല. അതൊന്നും പിന്നെ മറ്റേ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, അതൊന്നും കാണൂല. അതായത് നമ്മൾ അവർക്ക് എന്തെങ്കിലും അതായത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക അവരുടെ മനസ്സിൽ. നമ്മൾ എന്ത് നല്ലത് ചെയ്ത് കൊടുത്താലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താലും അതൊന്നും ഉണ്ടാവില്ല. ഓൺലി നമ്മളെന്തെങ്കിലും നമുക്ക് നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം നമ്മളെന്തെങ്കിലും പറ്റില്ല എന്നെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് മനസ്സിൽ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക നമ്മുടെ കാര്യം. അല്ലാണ്ട് അവർക്ക് ചെയ്ത് കൊടുത്ത സഹായങ്ങളോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നതൊന്നും അവർക്ക് മനസ്സിലുണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം വേറൊന്നുമല്ല. എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ഈയിടെയായിട്ടെന്നല്ല, കുറച്ച് നാളായിട്ട് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് ഇങ്ങനെ എൻ്റെ സങ്കടങ്ങളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലൊരു സമാധാനം കിട്ടും. പണ്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ പണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു, വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ആയിക്കളയും. അതൊരു ടെക്നിക്കാണ് കേട്ടോ. അതായത് നമുക്കെന്തെങ്കിലും വിഷമമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പം ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ്, ഹോസ്റ്റലിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ സിംഗിൾ റൂം എടുത്തിരിക്കുന്നത്. പക്ഷേ വീട്ടിലാണെങ്കിൽ എനിക്ക് അങ്ങനെ ആവശ്യമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറയും, ചേച്ചീൻ്റെ അടുത്ത് ഞാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി കൂടി എനിക്ക് അനിയത്തിൻ്റെ അടുത്ത് പറയും, അമ്മേൻ്റെ അടുത്ത് പറയും. പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയ്ക്കായത് കാരണം എനിക്ക് ഫോൺ വിളിച്ച് ഞാൻ പറയും ഹസ്ബൻഡിൻ്റെ അടുത്ത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന, ഒരാളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ക്യാമറ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും, അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അപ്പം അത് കാരണമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് പേഴ്സണലി ആരും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ബട്ട് എൻ്റെ മൈൻഡിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ബൈ.